പിണറായി മന്ത്രിസഭയിലെ മന്ത്രി സജി ചെറിയാൻ്റെ നാക്കുപിഴ മുമ്പ് അദ്ദേഹത്തിൻ്റെ രാജിയിലാണ് കലാശിച്ചത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു പ്രസംഗത്തിലെ പരാമർശത്തിൻ്റെ പേരിൽ അവസാനം രാജിയിലേക്ക് വഴി തുറക്കുകയാണ് ഉണ്ടായത്. ഭരണഘടനയെ മന്ത്രി എന്ന നിലയിൽ വിമർശിച്ചു എന്നുള്ളതാണ് അതിൽ വന്ന പ്രശ്നം. മന്ത്രി അല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആ ഒരാൾ ആ രാജ്യത്തെ ഭരണഘടനയെപ്പറ്റി പരാമർശിക്കുമ്പോൾ വിവാദമാകാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നു. പക്ഷേ അത് ഏറ്റുപിടിച്ചിട്ട് പ്രതിപക്ഷവും മറ്റുള്ളവരും അത് വലിയൊരു വിഷയമാക്കി മാറ്റി അവസാനം മന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ പുതിയ ഒരു വിവാദം വന്നിരിക്കുന്നത്, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ വിളിച്ചുകൂട്ടിയ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരുടെയും നേതാക്കളുടെയും യോഗത്തെക്കുറിച്ച് മന്ത്രി ചെയ്ത പരാമർശമാണ്. കഴിഞ്ഞ ആഴ്ച ക്രിസ്മസിന് മുമ്പ് ചേർന്ന ആഘോഷ യോഗത്തിലേക്ക് ബിഷപ്പുമാരടക്കമുള്ള ക്രിസ്ത്യൻ മത മേധാവികളും നേതാക്കളും പങ്കെടുത്തെങ്കിലും അവിടെ ഒരു വിഷയം അവർ ഉന്നയിച്ചില്ല, മണിപ്പൂർ വിഷയം ഉന്നയിച്ചില്ല എന്നത് വെച്ചിട്ടാണ് മന്ത്രി സജി ചെറിയാൻ്റെ ഒരു പരാമർശം ഇപ്പോൾ വന്നത് വിവാദമായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ പിറന്ന ഒരാളാണ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്, അദ്ദേഹം പൊതുവെ ശുദ്ധനായ ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില അതിഭാവുകത്വം അല്ലെ വികാരപരമായി പറയുക എന്നതൊക്കെ ചിലപ്പോൾ പുലിവാലി പിടിക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ ഇവിടെ സംഭവിച്ചത് അത്രയും ആ രീതിയിലേക്ക് പോയോ? ആദ്യ അദ്ദേഹത്തിൻ്റെ വിവാദ പ്രസംഗവും രാജിയിലേക്കും എത്തിയ സംഭവം പോലെ അത്ര ഗൗരവമുള്ളതാണോ ഇതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? മണിപ്പൂർ മാസങ്ങളായിട്ട് കത്തുകയാണ്, മണിപ്പൂർ കലാപം. അവിടെ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെടുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാറിൻ്റെ സന്നദ്ധ സംഘങ്ങളാണ്. ക്രിസ്ത്യൻ വിശ്വാസികളായ സ്ത്രീകളെ നഗ്നരായിട്ട് തെരുവിലൂടെ നടത്തുന്നു, അവരെ പീഡിപ്പിക്കുന്നു. 200-ലധികം പേരെ കൊന്നൊടുക്കി. എന്നിട്ടെല്ലാം സംഭവിച്ച മാസങ്ങളായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ചില്ല. മണിപ്പൂരിലേക്ക് അദ്ദേഹം പോകാത്തതിൽ വലിയ വിമർശനമുയർന്നു. പാർലമെന്റിൽ അദ്ദേഹം പ്രസ്താവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഒരു പ്രസ്താവനയും നടത്തിയില്ല. അപ്പോൾ ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനം അവിടെ കലാപം കത്തിപ്പടരുമ്പോൾ അതിന് സ്റ്റേറ്റ് പോലീസും സന്നദ്ധ സംഘപരിവാർ സംഘടനകളും അതിന് ഒത്താശ ചെയ്യുമ്പോൾ പ്രതികരിക്കുക സ്വാഭാവികമാണ്. അത് ക്രിസ്ത്യൻ സഭകളായിരുന്നു ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത്. അതെന്തുമാവട്ടെ, ഈ പ്രധാനമന്ത്രി വിളിച്ച ഈ ക്രിസ്മസ് വിരുന്നിന് ഇവരെല്ലാം എത്തിയപ്പോൾ അതിൽ മണിപ്പൂർ ഒരാളും ഉന്നയിച്ചില്ല, ഒരു ബിഷപ്പും ഒരു മത നേതാക്കളും ക്രിസ്ത്യൻ മത നേതാക്കളും ഉന്നയിച്ചില്ല എന്ന പ്രശ്നമാണ് സജി ചെറിയാൻ ഭംഗ്യന്തരയാണെന്ന് പറഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് അതിൻ്റെ ഒരു സ്വഭാവം ആ വാചകത്തിൻ്റെ അതാണിപ്പം കേരളത്തിലെ ബിഷപ്പുമാർ ഉൾപ്പെടെ ഏറ്റെടുത്ത് പിടിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്, അതായത് വൈനുണ്ടാക്കാൻ വാറ്റുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ് അദ്ദേഹം വിവരിച്ചത്. മുന്തിരി വാറ്റി ഉണ്ടാക്കുന്ന പാനീയം, അതും കുടിച്ച് കേക്കും കഴിച്ചപ്പോൾ നമ്മുടെ ബിഷപ്പുമാരിലും അല്ലെ ഈ യോഗത്തിൽ പങ്കെടുത്ത പലരും മണിപ്പൂർ മറന്നുപോയി എന്ന രൂപത്തിലൊരു വാചകമാണ് സജി ചെറിയാൻ പറഞ്ഞത്. അതായത് മുന്തിരി വാറ്റിയെടുക്കുന്ന പാനീയം പിന്നെ കേക്കും കഴിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈനും പിന്നെ കേക്കും കഴിച്ചപ്പോൾ. അതാണ് ഇപ്പോൾ ഏറ്റുപിടിച്ചിട്ട് സജി ചെറിയാൻ രാജിവെക്കണം, സജി ചെറിയാൻ മാപ്പ് പറയണം. അദ്ദേഹം അതിനെപ്പറ്റി പ്രതികരിച്ചു. ഞാൻ ദുരുദ്ദേശമൊന്നും അതിൽ കണ്ടിട്ടല്ല. പിന്നെ ഈ മുന്തിരി പ്രയോഗവും കേക്കും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ ഞാൻ പിൻവലിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ബാക്കി ഭാഗം ഞാൻ പറഞ്ഞത് മണിപ്പൂരിനെ പറ്റിയുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ല, അത് ആവർത്തിക്കുന്നു. മണിപ്പൂരിനെ പറ്റി ഈ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ അവിടെ മിണ്ടാഞ്ഞത് കൊണ്ടാണ് ഞാൻ പ്രസ്താവന നടത്തേണ്ടി വന്നത്. അതിൽ ഉപയോഗിച്ച വാക്കുകളിൽ എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഞാൻ ഖേദിക്കുന്നു, ആ വാക്കുകൾ പിൻവലിക്കുന്നു.
ദാറ്റ്സ് ക്ലീൻ. പക്ഷേ അതുകൊണ്ട് മണിപ്പൂർ വിഷയം ഇല്ലാതാവുന്നില്ലല്ലോ. മണിപ്പൂരിൽ നടക്കുന്ന അക്രമങ്ങൾ, കലാപം, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ, ഒരു വിശ്വാസ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന അതിക്രൂരമായ നീക്കങ്ങൾ, ഇതിനെപ്പറ്റി ആ സഭയെ, ആ ക്രിസ്ത്യൻ വിശ്വാസികളെ പ്രതികരിക്കുന്ന അതിൻ്റെ നേതാക്കൾ പ്രതികരിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പം പ്രധാനമന്ത്രി വിളിച്ച വിരുന്ന്, ക്രിസ്മസ് വിരുന്ന് സൽക്കാരത്തിൽ ഈ വിഷയം ഉന്നയിച്ചാൽ പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഭയപ്പെടുകയാണോ നമ്മുടെ ക്രിസ്ത്യൻ ബിഷപ്പുമാർ, മതമേധാവികൾ? അങ്ങനെ ഭയപ്പെട്ടിട്ടാണോ ക്രിസ്തുമതം വളർന്നത്? അപ്പം നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രി വിളിച്ചിട്ട് യോഗത്തിൽ ബിഷപ്പുമാർക്കോ അല്ലെ മത നേതാക്കൾക്കോ സംഘടനയുടെ നേതാക്കൾക്കോ ഞങ്ങൾക്കൊരു വിഷമം പറയാനുണ്ട്, ആ വിഷമം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വിരുന്നിൽ പങ്കെടുക്കുകയാണ്, മണിപ്പൂരിൽ നടന്നത് ഞങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസികളെ കൊന്നൊടുക്കുന്നു, ഞങ്ങളുടെ പള്ളികൾ തകർക്കുന്നു, ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? അതിനെപ്പറ്റി ഒരു മന്ത്രി സജി ചെറിയാൻ ഒരു പരാമർശം നടത്തിയതാണ് മണിപ്പൂരിനേക്കാൾ വലിയ വിഷയമായിട്ട് ബിഷപ്പുമാർക്ക് തോന്നുന്നതെങ്കിൽ പ്രധാനമന്ത്രിയെ പിണക്കാൻ താല്പര്യമില്ലാത്ത ബിഷപ്പുമാരാണ് ഈ രാജ്യത്തുള്ളതെങ്കിൽ അത് ക്രിസ്തുമതത്തിൻ്റെ കുഴപ്പം തന്നെയായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതായത് ക്രിസ്തുമതത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ബിഷപ്പുമാരുടെയും നേതാക്കളുടെയും കുഴപ്പമായിട്ട് തന്നെ കണ്ടാൽ മതി. അത് സജി ചെറിയാൻ്റെ കുഴപ്പമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത്, BJP ഭരണകാലത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ സഭകളോടും വിശ്വാസികളോടുമുള്ള അല്ലെ അവരുടെ പള്ളികളോടൊക്കെയുള്ള ആക്രമണങ്ങൾ ഇരട്ടിയിലധികം വർദ്ധിച്ചു. വർഷത്തിൽ 100 എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പം 200 കടന്ന് ഈ അക്രമ സംഭവങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ കണക്കുകളുണ്ട്, നമ്മൾ അറിയണം. അപ്പം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു. അതിൻ്റെ തോത് ഇരട്ടിയിലധികമായി 200-ൽ അപ്പുറം കടന്നിരിക്കുന്നു ഒരു വർഷം. മുമ്പൊക്കെ 100-ൽ താഴെയായിരുന്നു. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ക്രിസ്ത്യൻ വിശ്വാസികൾക്കും പള്ളികൾക്കുമെതിരെ ആക്രമണങ്ങൾ നടക്കുന്നത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങി മധ്യപ്രദേശ്, UP, ഈ ഒരു ബെൽറ്റിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെ നടക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് BJP വിരുദ്ധമായി പോകും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിണക്കരുത് എന്നൊക്കെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ക്രിസ്തീയ മത മേലധ്യക്ഷന്മാർ, ബിഷപ്പുമാർ ചിന്തിക്കുന്നിടത്തേക്ക് ക്രിസ്ത്യൻ സഭയുടെ രാഷ്ട്രീയം എത്തുകയാണോ? അതവർ വ്യക്തമാക്കണം. BJP കുറെ കാലമായിട്ട് അത് സംഘപരിവാർ അജണ്ടയാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ നോക്കിയിട്ടത് വേണ്ടത്ര വിജയിക്കാത്തൊരു ഘട്ടത്തിലാണ് ഈ സംഭവം ഇപ്പോൾ നടക്കുന്നത്. ക്രിസ്ത്യൻ സഭകളെ BJPയോട് അടുപ്പിക്കുക, സംഘപരിവാറിനോട് അടുപ്പിക്കുക. അങ്ങനെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ നോർത്ത് ഈസ്റ്റ് ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലയാണ്. അവിടുത്തെ 6-7 ചെറിയ സംസ്ഥാനങ്ങൾ, അതുപോലെ കേരളം, അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ നന്നായിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഇവരെയൊക്കെ പിടിക്കാൻ ഒരു തന്ത്രം BJP RSS ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ കെണിയിൽ വീഴുന്നവരാണോ ഈ നാട്ടിലെ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ? ആണോ? ഈ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ നിലപാട് വ്യക്തമാക്കട്ടെ, അല്ലെങ്കിൽ കാതലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ തലപ്പത്തിരിക്കുന്നവർ നിലപാട് വ്യക്തമാക്കട്ടെ. യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക് നേരെ ഈ രാജ്യത്ത് അക്രമം ഇരട്ടിയിലധികം ആയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം. അതിനെ നേരിടാൻ ക്രിസ്തീയ സഭകൾക്ക് ഉത്തരവാദിത്വമില്ലേ? അവരതിനെന്ത് ചെയ്യുന്നു? പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ അതേപ്പറ്റിയൊന്നും മിണ്ടാൻ പറ്റൂലേ? നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ മുമ്പിരിക്കുന്നത്, അദ്ദേഹത്തോടല്ലേ പറയേണ്ടത്? പറയാൻ കിട്ടിയൊരു നല്ല അവസരത്തിൽ അത് മര്യാദയ്ക്ക് സൗമ്യമായിട്ട് അത് പറയാനെന്തേ ഒരാൾക്ക് പോലും സാധിക്കാതെ പോയത്? അതുകൊണ്ടല്ലേ സജി ചെറിയാൻ്റെ ഈ പ്രസ്താവന വന്നത്.
പിന്നെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഇത് ഓർഗനൈസ് ചെയ്തത് 2 പേരാണ്. കോൺഗ്രസ് വിട്ടുപോയ 2 ക്രിസ്ത്യാനികൾ. ഒന്ന് നമ്മുടെ മൗനി ബാബയുടെ പുന്നാരമോൻ അനിൽ കെ ആന്റണി. 2 വേറൊരു വക്താവുണ്ടായിരുന്നു, ഇങ്ങനെ ഡൽഹിയിലിരുന്ന് ഇങ്ങനെ കറങ്ങുന്ന, ടെലിവിഷൻ ചർച്ചയിൽ കറങ്ങുന്ന ഒരു വക്താവുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ, ടോം വടക്കൻ. തൃശ്ശൂരിൽ മത്സരിക്കാൻ നോക്കിയതാണ്. എനിക്ക് സീറ്റ് തരേണ്ടതാണ്, ഞാൻ കത്തോലിക്കനായതുകൊണ്ട്. അന്ന് പറഞ്ഞ വാചകമാണ്, തൃശ്ശൂർ സീറ്റ് എനിക്ക് വേണം. സുരേഷ് ഗോപി തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് പറയുന്ന പോലെ ആ ഭാഷയിലല്ല, അല്ലാതെ അന്നൊരു ചർച്ചയെ പുള്ളി പറയുന്നുണ്ട്, തൃശ്ശൂർ സീറ്റിന് എനിക്ക് യോഗ്യതയുണ്ട്. ഒന്നാമത് ഞാനൊരു കത്തോലിക്കനാണ്, കത്തോലിക്കനെ ഉടനെ തൃശ്ശൂർ സീറ്റ് കൊടുക്കണം. അത് കിട്ടാഞ്ഞ പുള്ളി BJPയിലേക്ക് ചാടി. ടോം വടക്കൻ. എന്ത് രാഷ്ട്രീയ സ്ഥിരത! ഇതാണ് കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസ്, നാളെ BJP. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോം വടക്കനും അനിൽ കെ ആന്റണിയും കൂടെയാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഈ ഒരു സംഗമം സംഘടിപ്പിച്ചത്. അപ്പൊ അനിൽ കെ ആന്റണിയെ കൊണ്ട് BJPക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ടേ, അത് നമ്മൾ മറന്നുകൂടാ. കാരണം കൂറ് കാണിക്കണമല്ലോ. അനിൽ കെ ആന്റണിക്ക് ഇപ്പം BJPയോട് നല്ല കൂറ് കാണിക്കണം. ഏൽപ്പിക്കുന്ന ജോലികൾ നന്നായിട്ട് ചെയ്തു കൊടുക്കണം. ഞാനിതൊക്കെ ചെയ്തു. BJPയുടെ ദേശീയ വക്താവല്ലേ, ദേശീയ നേതാവ് ആണല്ലോ സ്ഥാനം കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില നാടകങ്ങൾ ഇനിയും ഉണ്ടാകും. അവിടെയും ബിഷപ്പുമാരും മിണ്ടാതിരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കഷ്ടം ബിഷപ്പുമാരെ എന്ന് ഞങ്ങൾക്ക് പറയാം.